പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു താ നബിയേ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരാറ് അല്ലാഹുവിന്റെ പ്രവാചകനോട് കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ആ ചെറുപ്പക്കാരൻ മുത്തുനബിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി സദഖ കൊടുക്കാനല്ല, പടച്ചവനെ ഖുർആൻ ഓതാനല്ല, നിസ്കരിക്കാനല്ല, അല്ലാഹുവേ സദാ പൊരുത്തം ചോദിക്കാനല്ല, ഭാര്യ മക്കളോടൊപ്പം ചെലവഴിക്കാനല്ല. ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യമാ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, മോനെ ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്ക്. കയ്യിലെണ്ണാവുന്ന സ്വഹാബത്ത് പള്ളിക്കകത്തിരുന്ന ഖുർആൻ പഠിക്കുകയാ, അവർ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയാ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കാറ് അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മയതാ. അവിടെ പോയിരുന്ന രണ്ട് പ്രതിഫലം. പെങ്ങളെ വഅദ് കേൾക്കുന്ന മജ്ലിസിൽ വന്നിരുന്നാൽ, ഇൽമു പറയുന്ന മജ്ലിസിൽ വന്നിരുന്നാൽ അല്ലാഹു തരുന്ന രണ്ട് പ്രതിഫലം എന്തെന്നറിയോ? ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ ഇൽമു പഠിക്കലാ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ അത് ഇൽമു പറയുന്ന മജ്ലിസിലിരിക്കലാണ്, അത് നന്മ പഠിക്കലാണ്, നല്ലവരുടെ കൂടെ ചിലവഴിക്കലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കാൻ അവിടെ ആള് കൂടണമെന്നില്ല. ആ ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുമ്പോൾ പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങളില്ല. പടച്ചവരെ കയ്യിലെണ്ണാവുന്ന സ്വഹാബത്ത് അതാ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. അവരിൽമു പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടെയാണ് പോയിരുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് ഒന്നാമത് പറഞ്ഞത് ഏറ്റവും വലിയ നന്മയാണ്, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നന്മയാണ്. രണ്ട്, ആയിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പെങ്ങളെ ഈ നട്ടുച്ച സമയത്ത് വെയിൽ കൊള്ളുകയാണ്, സീറ്റിന്റെ അടിയിൽ ഇരുന്നിട്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോ ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമ്പോ നിനക്കറിയാനിട്ടാ പെങ്ങള് കണ്ണു തുറന്നു നോക്ക്, കണ്ണു തുറന്നതിന്റെ ചുറ്റുഭാഗമൊന്നു നോക്ക്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പടച്ചവനെ ഈ ഓഡിറ്റോറിയത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഈ ഫ്രീ ആയി കൊടുത്ത സഹോദരന് കിട്ടുന്ന പ്രതിഫലം ചിന്തിക്കടോ. ആ മനുഷ്യന്റെ സമ്പാദ്യം അൽഹംദുലില്ലാഹ് ഈ ബിൽഡിംഗ് പണിതതിൽ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയാടോ. അദ്ദേഹത്തിന്റെ ജീവിതത്തില് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് ഈ ഓഡിറ്റോറിയം മുഴുവനും റഹ്മത്തിന്റെ മലക്കുകൾ വലയം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ലക്ഷക്കണക്കിന് മലക്കുകള് ഈ കാണുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും വളയം ചെയ്തിട്ട് അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, അല്ലാഹുവിന്റെ പാപമോചനം നമുക്ക് ലഭിക്കാൻ ആ മലക്കുകൾ ഈ കാണുന്ന മജ്ലിസ് മുഴുവനും വലയം ചെയ്ത് ദുആ ചെയ്യുകയാ. അതുകൊണ്ട് ജീവിതത്തിൽ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ചെറുപ്പക്കാരനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്ക്, അതാണ് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നന്മ. രണ്ട്, ആയിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ട് പ്രതിഫലം. ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാഹു തരുന്ന രണ്ട് പ്രതിഫലം. ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ അത് ഇൽമു പറയുന്ന മജ്ലിസിൽ ഇരിക്കല. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്,